ഇന്നത്തെ നമ്മുടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടുന്നത് മാങ്ങയാണ്. ഞാനിപ്പോൾ ഒരു 4 മാങ്ങ തൊലിയേക്കാൾ ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല വിളഞ്ഞ മാങ്ങ വേണം നമ്മളിതിലേക്ക് എടുക്കാൻ. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് എരിവുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂണും കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഒന്ന് കുറച്ച് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെയൊക്കെ ആ ഒരു നല്ല മണം വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പോൾ ഇതിൻ്റെ നല്ല മണമൊക്കെ ഒന്ന് വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇനി നമുക്ക് ഇതേ പാനിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും 1 ടീസ്പൂൺ വലിയ ജീരകവും ഒരു 3 വറ്റൽമുളക് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് തീ ഒന്ന് കുറച്ച് വെച്ച് ഒരല്പസമയം നമുക്കിതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ ആ ഒരു നല്ല മണം വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒരു 1-2 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഒരുപാട് സമയം നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യല്, 1-2 മിനിറ്റ് മാത്രം നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതൊന്ന് പൊടിച്ചെടുക്കണം. അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇപ്പോൾ ഇതിവിടെ നല്ല ഫൈനായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മണ്ണും പൊടിയൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ അല്പം വെള്ളത്തിലൊന്ന് അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ശർക്കരയൊക്കെ അലിഞ്ഞൊന്ന് മിക്സായി വരും. ഇതിലേക്ക് നമ്മളിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റോർ ചെയ്താൽ യൂസ് ചെയ്യുന്നെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വിനാഗിരി ഒഴിവാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്.